ഇവർ അധികാരത്തിലിരുന്നത് 120 മാസമാണ്, 10 വർഷം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഉണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിനിറങ്ങിയാലും ലോക തോൽവി അല്ല. നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു, അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തി അധികാരത്തിൽ വന്നത്. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുതാരും, ഞാൻ ഇല്ലാതായി പോയി. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി. സംശയമൊന്നുമില്ലല്ലേ? 2000 ആക്കി. പോണ പോക്കിന്. അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിക്കുക. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. എങ്ങനെയുണ്ടാ? ഞങ്ങള് ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടിയിട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മാറില്ല. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.